ശുശ്രൂഷാപൗരം ഇന്ന് സ്വീകരിച്ചിരിക്കുന്നു. അപർണീയമായ ദാനത്തിന് കർത്താവേ അങ്ങേക്ക് സ്തുതി. 1994 ജൂൺ 2 KK ജോസിനെയും കൊച്ചുറാണി ജോസഫിനെയും മകനായി ജോൺ കരോൾ ജോസ് ജനിച്ചു. ദിവ്യ സ്മോൾ ജോസ് മൂത്ത സഹോദരിയാണ്. കരോൾ തൃക്കാക്കര ഭവൻസ് ഭരണ വിദ്യാലയത്തിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും 2012 കാലഘട്ടത്തിൽ രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദ പഠനവും പൂർത്തിയാക്കി. 2016 നീലേശ്വരം സെന്റ് ജോൺ ബോൾ സെക്കൻഡ് മൈനർ സെമിനാരിയിൽ 2017 നേരിയമംഗലം കാർമൽ നവസന്യാസ ഭവനത്തിൽ പ്രവേശിച്ചാണ്. 2018 ഡിസംബർ 8 ആദ്യ വൃത്താർപ്പണത്തിലൂടെ ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചത്. ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ നിന്നും 2019-2021 കാലഘട്ടത്തിൽ തത്വശാസ്ത്ര പഠനവും 2022-2025 കാലഘട്ടത്തിൽ ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി. 2023 മെയ് 25 നിത്യപ്രതാർപ്പണം ചെയ്ത കരോൾ തന്റെ പ്രായോഗിക പരിശീലനം പ്രവിശ്യയുടെ യുവനിർമ്മിതി എന്ന യൂത്ത് മിനിസ്ട്രിയോട് ചേർന്നാണ് പൂർത്തിയാക്കിയത്. മാർ ജോൺ പനത്തോട്ടത്തിലിന്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ 2025 മാർച്ച് 24 ഡീക്കൻ പട്ടം സ്വീകരിച്ച കരോൾ പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഡീക്കൻ മിനിസ്ട്രിയും പൂർത്തിയാക്കി. നീണ്ട കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ദൈവകാരുണ്യത്തിന്റെ പ്രകടനമായി ഇന്ന് രാവിലെ രാജകോട്ട് രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോസ് ചുറ്റുപറമ്പിൽ പിതാവിന്റെ കൈപ്പൂഴിയായി ശുശ്രൂഷാപൗരത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അപർണനീയമായ ദൈവത്തിന്റെ ദാനത്തിന് നമുക്ക് സ്തുതികൾ അർപ്പിക്കാം. ഈ ദാനത്തിന് ഇന്ന് കരോളച്ചനോട് ചേർന്ന് ഈ ദൈവത്തിൽ നമുക്ക് നന്ദി അർപ്പിക്കാം. ഒപ്പം മറ്റു ചില അനുഗ്രഹ നിമിഷങ്ങളെയും നമുക്ക് ഈ വിലയിൽ ഓർക്കാം. ഈ വർഷം ജൂൺ മാസത്തിൽ കരോളച്ചന്റെ മാതാപിതാക്കൾ തങ്ങളുടെ വിവാഹത്തിന്റെ 40ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി. ഇന്നേ ദിവസം അച്ഛന്റെ സഹോദരിയും ഭർത്താവും ദിവ്യയും ജിമ്മിയും അവരുടെ വിവാഹ വാർഷിക ദിനത്തിലാണ്. ഒപ്പം അങ്കിളും ആന്റിയും ജീസണയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നു. ദൈവകാരണത്തിന് നന്ദി. ഒപ്പം പപ്പ ജോസ് അനുഗ്രഹീതമായ 70 വർഷങ്ങൾ പൂർത്തിയാക്കി. എല്ലാ യോഗങ്ങളും കർത്താവിന്റെ ബലിപീഠത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വിശുദ്ധ കുർബാനയിൽ കരോളച്ചനോട് ചേർന്ന് ബലിയർപ്പിക്കുവാൻ CMI കൊച്ചി തിരുവനന്തപുരം പ്രവിശ്യാധിപൻ ബെന്നി കൽക്കരാസനും കരോളച്ചന്റെ മൈനർ സെമിനാരി ഡോക്ടറായിരുന്ന ജോസഫ് വടക്കേപ്പുറത്താനച്ചനും വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്ന ജെയിംസ് കുന്നരാച്ചനും ജീസസ് യൂത്തിന്റെ ചാമ്പലിക ആനന്ദമണലാച്ചനും സത്യകാരണങ്ങളായി ചേർന്നു. ദേവാലയത്തിന്റെ പ്രധാന കവാടത്തിൽ നിന്ന് പ്രദക്ഷിണമായി സഹകാർമ്മികളോട് ചേർന്ന് അൽത്താരയിൽ പ്രവേശിക്കുന്ന വൈദികൻ കരോളിനോട് ചേർന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇവിടെ അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കളോടൊപ്പം ബലിപീഠത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാഴ്ചയർപ്പണത്തെ തുടർന്ന് നവവൈദികൻ അമ്മാമ്മയ്ക്ക് സ്തുതികൾ അർപ്പിച്ചതിനെ അർപ്പിക്കുന്നു. ഗായക സംഘം പ്രവേശന ഗാനം ആലപിക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കുന്ന ഭക്തിപൂർവ്വം നന്ദിയുടെ ഇവരിൽ പങ്കുചേരുവാൻ നമ്മൾ തന്നെ ഒരുക്കാം.
മിശിഹായിസ്തരങ്ങളുള്ളവരെയും ദൈവകൃപയാൽ ഇന്ന് ആത്മന്യാന്മാർ ജോസ് ചിത്രത്തിൽ പിതാവിന്റെ ദൈവത്തിലൂടെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച് കരോളച്ചനോട് ചേർന്ന് അവിടത്തേക്ക് കൃതജ്ഞതയുടെ വിലയർപ്പിക്കുവാൻ ഈ ദേവാലയത്തിൽ നാം നിർമ്മിച്ചു കൂടിയിരിക്കുമ്പോൾ ദൈവിക ദാനത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് അവിടത്തേക്ക് നന്ദി പറയും. പ്രഥമ ബലിയർപ്പിച്ച് കരോളച്ചന് അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് CMI കൊച്ചി എത്തിയുടെ പ്രവിശ്യയുടെ പേരിൽ അറിയിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് വളരെ പ്രത്യേകമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. സഹകാരമേനായി ചേരുന്ന CMI കൊച്ചി എത്തിയുടെ പ്രവിശ്യയുടെ പ്രവിശ്യാധിപൻ ബഹുമാനപ്പെട്ട അഭിനയങ്ങൾക്ക് രചനയും കരോളച്ചന്റെ മൈനർ സെമിനാരി ഡയറക്ടറായിരുന്ന ജോസഫ് വടക്കേപ്രധാന രചനയും മുഖേഷ് പ്രമോട്ടറായിരുന്ന ജെയിംസ് കുന്ദർ രചനയും JC ഉദരചാപ്പയും ആനന്ദമണ്ഡല രചനയും പ്രത്യേകമായിട്ട് സ്നേഹപൂർവ്വം ഈ അനുഗ്രഹ നിമിഷങ്ങളിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. കരോളച്ചന്റെ പൗരോഹിത്യ സ്വീകരണത്തിനായി പ്രഥമ ദീപനിയാമത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയും ഒത്തിരി സന്തോഷിക്കുകയും ചെയ്യുന്നതാണ് അച്ഛൻ്റെ മാതാപിതാക്കളായ ബഹുമാനപ്പെട്ട KK ജോസും കൊച്ചനാണ് ടീച്ചറും ഒപ്പം സഹോദരി ദിവ്യയും കുടുംബവും പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന കുന്നത്തുപറമ്പിൽ ചക്കാലക്കൽ കുടുംബാംഗങ്ങളെയും വളരെ പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട അമ്മാമ്മയെയും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ ബലിയിൽ പങ്കുകൊള്ളുവാനും ആശംസകൾ അർപ്പിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന CMI സഹോദരങ്ങളെയും മറ്റു വൈദികരെയും വളരെ പ്രത്യേകമായിട്ട് പിതാവിനെയും പ്രത്യേകപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കരോളിന്റെയും കുടുംബത്തിന്റെയും ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, JC കുടുംബാംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, സഹപാഠികൾ എന്നിവരെയും ഈ പാവന നിമിഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ദൈവാലയത്തിലുള്ള നിമിഷങ്ങൾ പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ദൈവത്തെ ആരംഭിക്കുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട വൈദികൻ കരോളച്ചനും സഹകാർമികൻ മാതാപിതാക്കളും സഹോദരിയും ചേർന്ന് ദൈവം തെളിയിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഭക്തിപൂർവ്വം ഇവരിൽ പങ്കുകൊള്ളാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകമായി നവവൈദികനെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശബ്ദം പോയി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആദ്യ കുർബാന രാവിലെ കഴിഞ്ഞു പോയെങ്കിലും നമ്മളൊരു കൃതജ്ഞതാ ബലി പോലെയാണ് ഇത് അർപ്പിക്കുക. പലപ്പോഴും ഈ കൃതജ്ഞതാ ബലിയുടെ സമയത്ത് മാതാപിതാക്കൾക്കും സഹോദരികൾക്കും വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എന്നെ അച്ഛനാക്കാൻ വിട്ടതോടെ പപ്പയും അമ്മയ്ക്കും ചേച്ചിക്കും ഫാമിലിക്കും സ്വർഗം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ കുർബാനയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് ക്രിസ്തുവിലേക്കുള്ളൊരു യാത്ര പൂർത്തിയാക്കിയതല്ല, തുടങ്ങിയതാണ്. വിശുദ്ധിയോടും വിനയത്തോടും വിശ്വാസത്തോടും കൂടെ ഈ യാത്ര പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിന് സമർപ്പിക്കാം. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടും സന്തോഷത്തോടും കൂടി ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. അത്യുന്നതമാ സർലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ
പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. പാടുന്നു ഈശോനാഥാവിനയമോടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അക്ഷയമായ
കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനായ സർവേശ, പരിപാവനനായ ബലവാനേ, പരിപാവനനായ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. വിശുദ്ധ ഗ്രന്ഥ വായനകളുടെ സമയമാണ്. നമുക്കെല്ലാവർക്കും ശാന്തരായ സ്വസ്ഥാനങ്ങളിലിരിക്കാം. 3 വിശുദ്ധ ഗ്രന്ഥ വായനകളാണുള്ളത്. ഒന്നാം വായന സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ നിന്നും ദാവീദിനെ തിരഞ്ഞെടുത്ത് തൻ്റെ പ്രിയപ്പെട്ട ജനമായ ഇസ്രായേലിന് രാജാവായി നിയോഗിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള നാഥാന്റെ പ്രവചന ഭാഗമാണ്. നവവൈദികൻ കരോളച്ചൻ്റെ സഹോദരി ദിവ്യ ജിസ്മോളാണ് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം വായിക്കുന്നത്. നിങ്ങളിരുന്ന് ശ്രവിക്കുവിൻ. സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ നിന്നുള്ള വായന 7-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ദാസനായ ദാവീദിനോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്നെടുത്ത് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരുന്നു. നിന്റെ മുമ്പിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുമ്പുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനിയും പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റു ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്നെന്ന പോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. രണ്ടാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും സർവോത്കൃഷ്ടമായ സ്നേഹത്തെക്കുറിച്ചുള്ള ശ്ലീഹായുടെ പ്രബോധന ഭാഗമാണ്. ഈ വചനഭാഗം കരോളച്ചൻ്റെ സഹോദരിയുടെ മകൻ
ജോഹാൻ ജിം ആണ് വായിക്കുന്നത്. നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രമിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനം 13 അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചങ്ങലയോ ചിലമ്പുന്ന കൈതളമോ. എനിക്ക് പ്രവചനമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാത്തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകളില്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തിവിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവെടിഞ്ഞു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 12 വാക്യങ്ങൾ 15 മുതൽ 21 വരെ. ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി. തന്നെ പരസ്യപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു.
ഇത് ഏശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിനു വേണ്ടിയാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിയരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. തെരുവീതികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. അവന്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് നമുക്കായി വചന സന്ദേശം നൽകുന്നത് കാരോളച്ചൻ്റെ മൈനർ സെമിനാർ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് വടക്കേ പ്രധാനച്ഛനാണ്. അദ്ദേഹം ഇപ്പോൾ രാജഗിരി ആശുപത്രിയിൽ സ്പിരിച്വൽ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ ശ്രമിക്കാം. ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന കരിയിൽ പിതാവേ, സ്നേഹ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ പ്രിയ വൈദികരെ, സഹോദരങ്ങളെ, സ്നേഹം നിറഞ്ഞ കരോളച്ച അച്ഛൻ്റെ അപ്പച്ച, അമ്മച്ചി, സഹോദരി, കുടുംബാംഗങ്ങളെ, ഈശോ മിശിഹായുടെ കൃപയും അനുഗ്രഹവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സന്തോഷം അലതല്ലുന്ന ഒരു സായാഹ്നമാണിത്. കാരണം ഇന്ന് രാവിലെ മുതൽ ആനന്ദത്തിന്റെ അനുഭൂതിയായിരുന്നു നമുക്കെല്ലാവർക്കും. കരോൾ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ മുമ്പാകെ ഈ അൽത്താരയിൽ ഈശോയോടൊപ്പം കൃതജ്ഞതാ ബലി അർപ്പിക്കുകയാണ്. ഈ ബലി അർപ്പിക്കുമ്പോൾ കരോളിനോട് ചേർന്നുകൊണ്ട്, പെനുവേൽ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തിന് നമുക്കും നന്ദി പറയാം. അവർണ്ണനീയമായ അങ്ങയുടെ ദാനത്തിന് നന്ദി എന്ന് നമുക്കും പറയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ കാണുവാനായിട്ട് ഇടയായി. ഇന്റർവ്യൂവിൽ ഒരു അമ്മച്ചി ഇവിടെയതായിരുന്നു. ആ കുടുംബത്തിലെ 5 മക്കളാണ്. അതിൽ 2 പേർ വൈദികരായി അൾത്താരയിലാണ്. അപ്പോൾ ആ അമ്മച്ചിയോട് ഇന്റർവ്യൂ ചെയ്യുന്ന അച്ഛൻ ചോദിച്ചു, അമ്മച്ചി 2 മക്കൾ ഇപ്പോൾ അൾത്താരയിൽ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അമ്മച്ചിക്ക് അഭിമാനം തോന്നുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മച്ചി അച്ഛനോട് തിരിച്ചു പറയുകയാണ്, അച്ഛാ, അഭിമാനമല്ല, ഇത് ഒരു അനുഗ്രഹമാണ്. എന്റെ കുടുംബത്തിന് ദൈവം നൽകിയ അനുഗ്രഹമാണ് ഈ 2 വൈദികരെന്ന് ആ അമ്മച്ചി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് പെനുവേൽ കുടുംബത്തിന്, നമ്മുടെ സഭയ്ക്ക്, തിരുസഭയ്ക്ക് ദൈവം നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് കരോളച്ച്. അച്ഛൻ കയറിയപ്പോൾ തന്നെ പറഞ്ഞു, അപ്പച്ചനും അമ്മച്ചിക്കും സഹോദരിക്കും സ്വർഗം കിട്ടിക്കാണും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. തീർച്ചയായും. കാരണം തങ്ങൾക്കുണ്ടായ ഏക മകനെ ദൈവം വിളിക്കുന്നു എന്ന് മനസ്സിലാക്കി കാര്യം പതുക്കെയാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൈപിടിച്ച് നടത്തുവാനായിട്ട് ഈ മാതാപിതാക്കൾക്ക്, ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന്റെ തിരുമുമ്പിൽ ആ വ്യക്തിയെ സമർപ്പിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് ദൈവത്തിനുമുമ്പിൽ നമ്മളൊക്കെ നന്ദി പറയുവാൻ കടപ്പെട്ടവരുമാണ്. അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. 12-ാം അധ്യായം 2-ാം വാക്യം. അതിൽ ദൈവം അബ്രാഹത്തോട് പറയുകയാണ്, അബ്രാഹമേ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ നാമം മഹത്തമമാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ എല്ലാ ജനവും അനുഗ്രഹിക്കപ്പെടും. അബ്രാഹത്തോട് പറഞ്ഞ 4 കാര്യങ്ങളാണ്. ഒന്ന്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. 2, നിന്റെ നാമം മഹത്തമമാക്കും. 3-ാമത്തേത്, നീ ഒരു അനുഗ്രഹമായിരിക്കും. 4-ാമത്തെ കാര്യം, നിന്നിലൂടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടും.
എനിക്ക് ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളതും ഇത് തന്നെയാണ്. വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട്, അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അനുഗ്രഹത്തിന്റെ ഭാഗഭാക്കുകളായിക്കൊണ്ട് അനുഗ്രഹമായി മാറുവാനായിട്ട് പ്രത്യേകിച്ച് കരോളത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹം ലഭിക്കുക, അനുഗ്രഹമായി മാറുക, അനുഗ്രഹം നൽകുക. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. നമ്മളൊക്കെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറേണ്ടവരാണ്. നാം ആയിരിക്കുന്നിടത്ത്, നമ്മൾ വേല ചെയ്യുന്നിടത്ത്, നമ്മുടെ ചുറ്റുപാടുകളിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ അനുഗ്രഹം സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ചാവറ പിതാവ് ധ്യാന സല്ലാപത്തിലെ 4 കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന്, ഈ അനുഭവം സ്വന്തമാക്കുവാൻ കൂടെ പാർപ്പിനെന്ന്. കൂടെ പാർപ്പിനെന്ന് പറഞ്ഞാൽ കൂടെ ആയിരിക്കുക എന്നർത്ഥം. രണ്ടാമത്തത് പറയുകയാണ്, അരികെ ഇരിപ്പിൻ. അവിടത്തെ തിരുമുമ്പിൽ ആയിരുന്നു കൊണ്ട് അവിടത്തോട് സംസാരിപ്പിൻ, അവിടത്തെ കൂടെ നടപ്പിൻ. കൂടെ പാർക്കുക, അവിടത്തെ മുമ്പിൽ ഇരിക്കുക, അവിടത്തോട് ചേർന്ന് നടക്കുക, അവിടത്തോട് സംസാരിക്കുക എന്ന് വെച്ചാല് അവിടുന്ന് ഒന്നായിത്തീരുന്ന ഒരവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കനലിനോട് ചേർന്നിരിക്കുന്ന വിറക് കഷ്ണം എങ്ങനെയാണ് കനലായിത്തീരുന്നതെന്ന്. കനലിനോട് ചേരുന്ന വിറകു കഷ്ണം കനലായി തീരുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ഈശോയെ സ്വീകരിക്കുന്നവരാണ്. ആ ഈശോയിൽ ഒന്നായി തീരുവാനും ഈശോ ആയി തീരുവാനും കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക. ഇന്ന് തിരുസഭ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശ്ലീഹന്മാരിൽ ഒരാളാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. കാരണം യേശുവിന്റെ വശസ്സിനോട് ചേർന്നിരുന്നു കൊണ്ട് അവിടുത്തെ ഹൃദയ മന്ത്രണങ്ങളെ ജീവിതത്തിൽ ഒപ്പിയെടുത്ത ഒരു വ്യക്തിയാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. നമ്മോടൊക്കെ ഈ വിശുദ്ധ പറയുന്നതും ഇത് തന്നെയാണ്. ഈശോയുടെ മുമ്പിൽ ആയിരുന്നു കൊണ്ട് അവിടുന്ന് പറയുന്ന കാര്യങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. കരോളിന് ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധൻ എനിക്ക് തോന്നുന്നു ജോൺ പോൾ സെക്കൻഡാണ്. കാരണം കരോളിന്റെ പേര് തന്നെ ജോൺ കരോൾ എന്നാണ്. വിശുദ്ധ ജോൺ പോൾ സെക്കൻഡിന്റെ പേര് തന്നെയാണ്. ആ വിശുദ്ധനെ പോലെ വിശുദ്ധിയിലേക്ക് ഉയരുവാനായിട്ട് ദൈവം കരോളിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇവരൊക്കെ വന്നപ്പോൾ ചോദിച്ചു, അച്ഛാ ഇത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സഭയിൽ മാത്രം 14 വർഷം എന്ന്? പല മാതാപിതാക്കളും ഇത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും വർഷത്തെ ഫോർമേഷൻ എന്ന്. ഞാനപ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഇവർ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുർബാന ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 1-2 വർഷം കൊണ്ട് മലയാളം അറിയാവുന്നവർക്കൊക്കെ ചെല്ലാവുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ റൂബ്രിക്സ് ഒക്കെ അറിയാവുന്നവർക്ക് ചൊല്ലാവുന്നതാണ്. പക്ഷേ കുർബാനയായി മാറുക എന്ന് പറയുന്നത് അതിന് വർഷങ്ങൾ വേണ്ടി വരുമല്ല. കാരണം ബലിയർപ്പിച്ച് ബലിയായി തീരുക എന്ന ഒരു പുരോഹിതന്റെ ധർമ്മമുണ്ട്. അതായിത്തീരണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും, കാലങ്ങളെടുക്കും. കാരണം അവന്റെ ഉള്ളിലുള്ള അഹംഭാവം വെടിയണമെങ്കിൽ, അഹങ്കാരം വെടിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വർഷങ്ങൾ ആവശ്യമാണ്. ഈശോയായി മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഓരോ ദിവസവും ഈശോയെ സ്വീകരിക്കുന്ന നമ്മൾ ഈശോയിലേക്ക് ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈശോയും മാറി മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന ഒരു വ്യക്തിയായി തീരണമെന്നുണ്ടെങ്കിൽ അതിന് വർഷങ്ങളെടുക്കും എന്നുള്ളതാണ്. ജോണൊക്കെ ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഞാൻ അവർക്ക് വായിക്കാൻ കൊടുത്തൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഞാൻ അവരോട് പറയാറുള്ളതാണ് കേട്ടോ. ആൽക്കമിസ്റ്റ് എന്നൊരു നോവലായിരുന്നു. അവർക്കൊക്കെ വായിക്കാൻ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരുന്നു.
അവർക്ക് കൊടുത്തൊരു പുസ്തകമായിരുന്നു. ആ ആൽക്കമിസ്റ്റില് ചിന്താമണി എന്നൊരു തത്വമുണ്ട്. ഒരു നോവലാണ്, ഒരു സാങ്കല്പികമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ചിന്താമണി എന്ന് പറയുന്നത് ഒരു ലോഹമാണ്. ആ ലോഹം ഏത് കെട്ട ലോഹത്തിന്റെ കൂടെ ഇട്ടാലും സ്വർണമായിട്ട് മാറും എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വെക്കുക. എന്നിട്ട് ആ നോവലിസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ഈ സ്വർണത്തെക്കുറിച്ച് പറയാനല്ല, അത് ഉണ്ടാക്കുന്ന വ്യക്തിയുടെ മനസാക്ഷിയെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ആ നോവലിസ്റ്റ് പറയുകയാണ്, ഈ സ്വർണത്തിന്റെ ഈ ചിന്താമണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം തീക്കരികിലിരുന്ന് കെട്ട ലോകത്തെ കറകളഞ്ഞെടുക്കുന്നതോടൊപ്പം ആ വ്യക്തിയുടെ മനസ്സിലെ അഹംഭാവവും അഹങ്കാരവുമെല്ലാം കെട്ടുപോകുന്നു എന്ന്. കറ തീർന്ന സ്വർണം പോലെ കറ തീർന്ന മനുഷ്യനായിട്ട് തീരുവാനായിട്ട് അത് അവനെ ഉപകരിക്കുമെന്ന് ആ നോവലിസ്റ്റ് പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് കരോളച്ചൻ നമുക്കായി ബലിയർപ്പിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം. ഈ കെട്ടലോകത്തിൽ കറ കൂടാതെ തിളങ്ങുന്ന സ്വർണമായി തീരുവാനായിട്ട്, തൊടുന്നതെല്ലാം പൊന്നായി തീരുവാൻ, കടന്നു ചെല്ലുന്നിടം അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് കരോളച്ചനെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വായിക്കുന്നുണ്ട്, മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും ഒരു പുരോഹിതനാകുന്നു. നവസന്യാസത്തിൽ ഞങ്ങൾ പഠിച്ചു വെച്ചു, ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് മറ്റൊരു ക്രിസ്തുവാകുന്നു. അതുകൊണ്ട് പുരോഹിത, നിനക്ക് സ്വന്തമായി ഒന്നുമില്ല, ഈ ബലിപീഠം മാത്രം. ഈശോയെ ബലിപീഠം കേന്ദ്രമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നിർമ്മലമായ മനസ്സാക്ഷിയോടെ പരിശുദ്ധമായ വിചാരങ്ങളോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ കരോളച്ചനെ അനുഗ്രഹിക്കണമേ. ഒരു പുരോഹിതൻ മറ്റൊരു ക്രിസ്തുവാണെന്നും സ്വന്തമായി ബലിപീഠം മാത്രമേ ഉള്ളൂ എന്നും ഈ ബലിപീഠത്തെ കേന്ദ്രമാക്കി ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ കരോളച്ചനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കാരുണ്യവാനായ പിതാവേ, തിരുസഭയെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മിശിഹാ സഭ മുഴുവൻ്റെയും തലവനായ നമ്മുടെ പരിശുദ്ധ മാർ ലിയോ 14 മാർപ്പാപ്പയും സഭയുടെ പിതാവും തലവനും മേജർ ആർച്ച് ബിഷപ്പുമായ മാർ റാഫേൽ മെത്രാപ്പോലിത്തായും മെത്രാപ്പോലിത്തൻ വികാർ മാർ ജോസ് പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണവാനായ പിതാവേ, സിഎംഐ സഭയിലെ എല്ലാ വൈദികരെയും ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ ശുശ്രൂഷകളിൽ അവരെ നയിക്കുവാനും ബലപ്പെടുത്തുവാനും ആവശ്യമായ കൃപയും ആത്മശക്തിയും സമൃദ്ധമായി നൽകണമേ. അനേകർക്ക് അനുഗ്രഹത്തിൻ്റെ ഉപകരണങ്ങളായി അവരെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അനുഗ്രഹവും കരുണയും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, എല്ലാ വിശ്വാസികളെയും യുവജന മുന്നേറ്റങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ നയിക്കുവാനും ബലപ്പെടുത്തുവാനും വിശുദ്ധിയിലേക്ക് നടത്തുവാനും ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ശക്തിയും എല്ലാ ആത്മായ പ്രേക്ഷിതർക്കും പകർന്നു നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, ഇന്നീ ദിവസം ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികരെയും ശുശ്രൂഷകരെയും സേവകരെയും ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹവും സന്തോഷവും മറ്റുള്ളവരിലേക്ക് എത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, ഇന്ന് ഈ ദിവസം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അഭിഷിക്തനായ ഫാദർ കരോൾ പെരുവേലിനെ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവിന് നയവും ശക്തിയും നിറഞ്ഞിരിക്കണമേ. അനേകർക്ക് അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണമായി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, ഇന്നത്തെ ദിവസത്തിനായി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഈ ദിവസം മുഴുവനും ഞങ്ങളെ നയിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും ആവശ്യമായ കൃപയും ശക്തിയും നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മെയും നമ്മൾ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കാരാക്കാൻ അങ്ങയുടെ തിരുക്കുമാരനെ നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യകന്യകയായ പരിശുദ്ധമറിയത്തോടും നീതിമാനായ മാർ യോസേപ്പിനോടും വിനീതരായ ആട്ടിടയരോടും ഒന്ന് ചേർന്ന് ഞങ്ങളും ദിവ്യ പൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും അവതീർണനാകാനും ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥാ എന്നേക്കും കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ശരീരവും രക്തവുമായി തീരാൻ പോകുന്ന ഈ അപ്പത്തിനും വീഞ്ഞിനോടുമൊപ്പം എൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുമിത്രാദികളെയും കൊച്ചി പ്രൊവിൻസിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ആഗ്രഹങ്ങളും നീ ആശീർവദിച്ച് നിന്റെ സന്നിധിയിൽ ചേർത്ത് പിടിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിട ആമേനാമേ. മാർത്തോമായേ നിണസാക്ഷികളെയും സത്കർമ്മികളെയും
ബലിതിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവിൻ എന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവരവരും കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിലും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളും യുവങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിന്റെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിപ്പെടാത്തവരും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിനോടുള്ള സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിന്റെ പുത്രനും സത്യാത്മാവും ജീവനാഥവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായ മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കാൻ നിന്നെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ പരിശുദ്ധീകരിക്കുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ.
കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു വലിയ പിപ്പു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്യമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു.
അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോബ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നതവേദിയിലോശാന, ദാവീദിൻ സ്വദരോശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും തന്നെ. ഉന്നത വീതിയിലോശാന, ഓശാന.